നമോ വാസുദേവായ. ദശകം 9 ശ്ലോക 6. കിരീടമകുട ഉല്ലസത് കടകഹാര കേയൂരയുഗ് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതല ഉല്ലസത് കൗസ്തുഭം വപുഃ തത് അയി ഭാവയേ കമല ജന്മനേ ദർശിതം. കിരീട മകുടം, തലയിലെ ചൂടിയിരിക്കുന്ന ആ കിരീടവും ആ മകുടവും, ഉല്ലസത് അണിഞ്ഞു തിളങ്ങുന്ന, കടക കയ്യിലെ വളകൾ, ഹാര കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമാലകൾ, കേയൂരയുഗ് തോൾവളകൾ, മണിസ്ഫുരിത രത്നങ്ങളാൽ പതിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തിളക്കമേറിയ മേഖലം അരഞ്ഞാണം, സുപരീവീത അണിഞ്ഞതുമായിട്ട്, പീതാംബരം മഞ്ഞ പട്ടുടയാട, കളായ കായാമ്പൂവ് പോലെയുള്ള, കുസുമപ്രഭം കാന്തിയേറിയ, ഗളതല കയുത്തിൽ, ഉല്ലസത് മിന്നിത്തിളങ്ങുന്ന, കൗസ്തുഭം ആ രത്നം, കൗസ്തുഭം എന്ന പേരുള്ള രത്നം, വപുഹു ശരീരത്തിൽ, തത് ഭഗവാന്റെ, അയി അല്ലയോ, ഭാവയെ ധ്യാനിക്കുന്നു, കമല ജന്മനെ കമലത്തിൽ ജനിച്ച ആ ഒരു ബ്രഹ്മാവ്, ദർശിതം കാട്ടിക്കൊടുത്തു. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ആ ബ്രഹ്മാവിന്റെ തപസ്സിനെ കുറിച്ചും അതിനുശേഷം ആ ലോക സൃഷ്ടിയെ കുറിച്ചുമാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഈ ശ്ലോകത്തിൽ ആ ഭഗവാനെ ബ്രഹ്മാവ് ദർശിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആ വിഷ്ണു ഭഗവാൻ എത്ര മനോഹാരിതയായി നിൽക്കുന്നതാണ് ബ്രഹ്മാവ് കണ്ടത്. ആ തലയ്ക്ക് മുകളിൽ കിരീടവും മകുടവും അണിഞ്ഞ് അതിൽ തിളങ്ങുന്ന പ്രഭയോട് കൂടിയിരുന്നു. അത് മാത്രവുമല്ല, കൈകളിൽ മനോഹരമായ ആ കൈകളിൽ വളകൾ, ആ ഒരു മാറിൽ മുത്തുമാലകൾ ഇട്ടിരുന്നു, അതുപോലെ തോൾവളകൾ അണിഞ്ഞിരുന്നു. ഇതെല്ലാം വളരെ തിളങ്ങുന്ന രത്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ അരഞ്ഞാണം അണിഞ്ഞിരുന്നു. ആ ഒരു ശരീരത്തിൽ, ഭഗവാന്റെ ശരീരത്തിൽ മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിരുന്നു. അതുപോലെ കായമ്പൂവ് പോലെയുള്ള കാന്തിയേറിയ കഴുത്തിൽ മിന്നിത്തിളങ്ങുന്ന കൗസ്തുഭ രത്നവും, അതുപോലെ തന്നെ ആ ശരീരം, ഭഗവാന്റെ ശരീരം ബ്രഹ്മാവ് എങ്ങനെയാണോ ധ്യാനിച്ചത് അതുപോലെ കാട്ടിക്കൊടുത്തു സാക്ഷാൽ മഹാവിഷ്ണു. ഇതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയുഗ് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതല്ലോത്തലോല്ലസത് കൗസ്തുഭം വപുസ്തദയി ഭാവയേ കമല ജന്മനേ ദർശിതം. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.